പാലക്കാട് ചിറ്റൂരിൽ തെരുവുനായ ഓടിച്ചപ്പോൾ കുളത്തിൽ വീണ ചെറുമകളെ രക്ഷിക്കാൻ ശ്രമിച്ച മുത്തശ്ശി മുങ്ങി മരിച്ചു. വണ്ടിത്താവളം സ്വദേശി 55-കാരിയായ നബീസയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. ശ്രീകുമാര പാലക്കാട് എന്ന വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്ത്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ദാരുണമായ സംഭവമാണ്. നാട് നബീസയ്ക്ക് വിട നൽകുന്നത് എങ്ങനെയാണ് ശ്രീത്ത്? തീർച്ചയായും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സങ്കടജനകരമായ സംഭവം തന്നെയാണ്. അതിനെക്കുറിച്ച് നാട്ടുകാരും പ്രദേശവാസികളും തന്നെ വിശദീകരിക്കും. നമ്മോടൊപ്പം ഇപ്പോൾ മനാഫ്, അവരുടെ ബന്ധുവാണ്, നാട്ടിലൊരു പ്രമുഖനാണ്. മനാഫ്, എന്തായിരുന്നു സംഭവിച്ചത്? ഇന്നലെ ആട് മേയ്ക്കാൻ പോയതായിരുന്നു ഉമ്മയും പേരത്തിയും കൂടിയിട്ട്. ഇവർ പോണ വഴിക്ക് വേറൊരു ഭാഗത്താണ് സാധാരണ പോണ വഴിക്കല്ല പോയത്. ഇന്ന് വേറൊരു വഴിക്ക് ഇവർ പോയ വഴിക്ക് നായ്ക്കൾ മുടുക്കി വരുന്നത്. നായ്ക്കൾ മുടുക്കി ഈ ഒരു കുളത്തിൻ്റെ വരമ്പിൽ കൂടെയാണ് ഇവർ പോയിക്കൊണ്ട്. കുളം പൊതുവരെ വർക്ക് നടന്ന് ചരിവ് ഉള്ള സ്ഥലമാണ്. കുഞ്ഞിനെ കുഞ്ഞും ഓടി ഈ നായി വരുമ്പോൾ രണ്ടുപേരും നായി വന്ന് ശബ്ദിച്ചതും എല്ലാവരും ഇവർ വെപ്പറാളപ്പെട്ടു. അപ്പോഴേക്ക് ഈ ഉമ്മാൻ്റെ കാല് തെന്നി കുളത്തിലോട്ട് വീണു. പെട്ടെന്ന് കുളത്തിൽ വീണപ്പോൾ ഈ ബേജാറിൽ ഈ കുട്ടിൻ്റെ കാലും കൂടി പിടിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടി വീണു. അപ്പോഴേക്കും അവിടുത്തെ ആരോ വാർഡ് മെമ്പർ, എനിക്ക് കിട്ടിയ അറിവ് അവിടുത്തെ ആരോ വാർഡ് മെമ്പർ സ്ത്രീയാണ് തോന്നുന്നു, അവരാരോ വന്നത് ശോഭന, അവരാണ് അത് കണ്ടത്. അവർ കണ്ടിട്ട് പെട്ടെന്ന് അവർ വിളിച്ച് കാര്യങ്ങൾ ഇതാക്കി കുട്ടിയെടുത്തു. പക്ഷേ ഈ മറ്റേ സ്ത്രീ അറിയില്ലായിരുന്നു. അതാണ് അതിഭീകരമായ അല്ലെങ്കിൽ ദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ആഷ്മി, എന്തായാലും മൃതദേഹം ഇപ്പോൾ നബീസയുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പ്രാർത്ഥനകൾക്കെല്ലാം ശേഷം ഖബറടക്കം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് അത് ഉണ്ടാവുക. എന്തായാലും വലിയ വിഷമത്തോടു കൂടിയാണ് ആ നാട് നബീസയ്ക്ക് ഇവിടെ നൽകാൻ ഒരുങ്ങുന്നത്. നബീസയുടെ ഭർത്താവ് അവരെ കാണാതായിട്ട് വർഷങ്ങളായി. അവർ പണ്ട് മുംബൈയിൽ ഇരിക്കുന്ന സമയത്ത് മിസ്സിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. 2 മക്കളാണ്, ഒരു മകളും ഒരു മകനും. ഈ മകളുടെ കുഞ്ഞാണ് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി. ആ പെൺകുട്ടി എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.